പുതിയൊരു യൂട്യൂബ് ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഒരു ജിമെയിൽ ഐ ഡി ഉണ്ടായിരിക്കണം. ഇതൊരു ബിഗിനേഴ്സ് ട്യൂട്ടോറിയലാണ്. അതുകൊണ്ട് തന്നെ ഒരു ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നതിൽ നിന്ന് തുടങ്ങാം. ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ക്രിയേറ്റ് ജിമെയിൽ അല്ലെങ്കിൽ ജിമെയിൽ എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ റിസൾട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ ക്രിയേറ്റ് ജിമെയിൽ എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ജിമെയിൽ ഹെൽപ്പ് പേജിലേക്കാണ് ഇത് വന്നിരിക്കുന്നത്. ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ സൈൻ ഇൻ ഓപ്ഷനാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇതിൽ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ടൈപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. അടുത്ത പേജിലായിട്ട് നമുക്ക് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും ജെൻഡറും സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. അടുത്ത പേജിലായിട്ട് നമുക്ക് കുറേ ജിമെയിൽ ഐ ഡി സജഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഏതെങ്കിലും സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിവിടെ ഒരു ജിമെയിൽ അഡ്രസ്സ് നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. അടുത്ത പേജിൽ പാസ്വേഡ് ഓപ്ഷനാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പാസ്വേഡ് 2 തവണ ടൈപ്പ് ചെയ്ത് കൺഫേം ചെയ്യണം. ഇതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. അടുത്ത പേജിൽ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കാം. ഇപ്പോൾ നമ്മുടെ ഫോൺ നമ്പറിൽ ഒരു OTP വന്നിട്ടുണ്ടായിരിക്കും. ഇത് നെക്സ്റ്റ് പേജിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. OTP കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കാം. അടുത്ത പേജിൽ നമുക്കൊരു ഇമെയിൽ ID കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് റിക്കവറിക്ക് വേണ്ടിയാണ്. നമുക്കൊരു വേറെ ഒരു ഇമെയിൽ ID ഉണ്ടെങ്കിൽ ഇവിടെ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഇമെയിൽ ID കൊടുത്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. അടുത്ത പേജിൽ ഒരു നമ്പർ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ കൊടുത്ത നമ്മുടെ ഫോൺ നമ്പറാണ്. ഇതും റിക്കവറിക്ക് വേണ്ടിയാണ്. ഇതിവിടെ വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇപ്പോൾ പ്രൈവസി ആൻഡ് ടേംസ് എന്നൊരു പേജ് വന്നിട്ടുണ്ട്. ഇതിൽ താഴെയായിട്ട് എഗ്രി എന്നൊരു ഓപ്ഷൻ കാണാം. ഈ എഗ്രി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു ജിമെയിൽ ID ക്രിയേറ്റ് ആവുന്നതാണ്. ഇനി ഈ ഒരു ജിമെയിൽ ഐ ഡിയിൽ നിന്നാണ് പുതിയൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഓൾറെഡി ഈ അക്കൗണ്ട് ഇവിടെ സൈൻ ഇൻ ആണ്. ഇതിൽ യൂട്യൂബ് ഓപ്പൺ ചെയ്യാം. ഈ സൈഡിലായിട്ട് ജിമെയിൽ അക്കൗണ്ടിൻ്റെ ഐക്കൺ നമുക്ക് കാണാം. ഇത് സെലക്ട് ചെയ്യാം. ഇവിടെ ഫസ്റ്റ് തന്നെ ക്രിയേറ്റ് എ ചാനൽ എന്ന് കാണാം. ഇത് സെലക്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഒരു ബോക്സ് വന്നിട്ടുണ്ട്. ഇതിൽ യൂട്യൂബ് ചാനലിൻ്റെ നെയിം നമുക്ക് കൊടുക്കാം. ഒരു ഹാൻഡിൽ നെയിം കൂടി കൊടുക്കാം. അതിനുശേഷം ക്രിയേറ്റ് എ ചാനൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഒരു പുതിയ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ആദ്യം അത്യാവശ്യം ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. അതുകൂടി ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. യൂട്യൂബ് സ്റ്റുഡിയോ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ കണ്ടിന്യൂ കൊടുക്കാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ചാനൽ ഡാഷ്ബോർഡാണ് വന്നിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് സെറ്റിംഗ്സ് കാണാം. അത് സെലക്ട് ചെയ്യാം. ഇതിൽ ചാനൽ സെലക്ട് ചെയ്യുമ്പോൾ ഫീച്ചേഴ്സ് എലിജിബിലിറ്റി എന്നൊരു ഓപ്ഷൻ കാണാം. ഇതിൽ തന്നെ 3 ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഫസ്റ്റ് ഉള്ളത് സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് ആണ്. ഇത് എനേബിൾ ആക്കണം, എങ്കിലേ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനും പ്ലേലിസ്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കത്തുള്ളൂ. രണ്ടാമത്തേത് ഇൻ്റർമീഡിയറ്റ് ഫീച്ചേഴ്സ് ആണ്. ഇതിൽ ഫോൺ നമ്പർ വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ഓപ്ഷൻ എലിജിബിൾ ആക്കിയാൽ മാത്രമേ 15 മിനിറ്റ് മുകളിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ കസ്റ്റം തംബ്നെയിൽ ലൈവ് സ്ട്രീമൊക്കെ ചെയ്യാൻ ഇത് എലിജിബിൾ ആയിരിക്കണം. ഫോൺ നമ്പർ എങ്ങനെ വെരിഫൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. വെരിഫൈ നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇപ്പോൾ പുതിയൊരു പേജിലേക്ക് വന്നിട്ടുണ്ട്. ഇതിൽ കൺട്രി സെലക്ട് ചെയ്തതിന് ശേഷം ഫോൺ നമ്പർ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. അടുത്തൊരു പേജിൽ വെരിഫിക്കേഷൻ കോഡ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് നമ്മുടെ ഫോണിൽ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഫോൺ നമ്പർ വെരിഫൈ ആയിട്ടുണ്ട്. മൂന്നാമതായിട്ട് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ആണ്. ഇത് എനേബിൾ ആക്കിയാൽ ഇവിടെ കാണുന്ന ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ലഭിക്കും. ഇത് 3 രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഈ കാണുന്ന 3 ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. ഒന്നാമതായിട്ട് നമുക്കൊരു വീഡിയോ വെച്ച് വെരിഫൈ ചെയ്യാം. വാലിഡ് ID ഉപയോഗിച്ച് ഇത് എലിജിബിൾ ആക്കാം. ചാനൽ ഹിസ്റ്ററി ഉപയോഗിച്ച് ഇത് എലിജിബിൾ ആക്കാം. ഞാൻ ഈ ചാനൽ ഹിസ്റ്ററി എന്ന ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നത്. ഈ ചാനൽ ഹിസ്റ്ററി എന്ന ഓപ്ഷൻ ചൂസ് ചെയ്താൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇത് എലിജിബിൾ ആകുന്നതാണ്. ഒരു 2 മാസത്തിനൊക്കെ ഇടയ്ക്കായിട്ട് ഇത് എലിജിബിൾ ആകുന്നതാണ്. ഇതിനായിട്ട് ആക്സസ് ഫീച്ചേഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇവിടെ കാണിച്ചതുപോലെയുള്ള 3 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇതിൽ ബിൽഡ് ചാനൽ ഹിസ്റ്ററി എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇതിന് ശേഷം നെക്സ്റ്റ് അടിച്ച് സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 2 മാസത്തിന് ശേഷം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് എലിജിബിൾ ആകുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റ് 2 ഓപ്ഷൻസ് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. പുതിയ ചാനലിൽ അടുത്തതായിട്ട് ചെയ്യേണ്ടത് കസ്റ്റമൈസേഷൻ ആണ്. ഇതിനായിട്ട് തിരിച്ച് ഡാഷ്ബോർഡിലേക്ക് വരാം. ഡാഷ്ബോർഡിൽ ഇടതുവശത്തായിട്ട് കസ്റ്റമൈസേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം.
ഇത് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇതിവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൽ ബ്രാൻഡിങ് സെലക്ട് ചെയ്ത് ലോഗോ, ബാനർ തുടങ്ങിയവ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് ബേസിക് ഇൻഫോയാണ്. ഈ ബേസിക് ഇൻഫോ സെലക്ട് ചെയ്ത് ചാനൽ ഡിസ്ക്രിപ്ഷൻ മറ്റ് കാര്യങ്ങളുമൊക്കെ ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക.